ദിനവൃത്താന്തം രണ്ടാം പുസ്തകം അധ്യായം 3. അനന്തരം ശലോമോൻ യെരൂശലേമിൽ തന്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ യെബൂസിനായ ഒർന്നാന്റെ കളത്തിങ്കൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി. തന്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ 2-ാം മാസം 2-ാം തീയതിയായിരുന്നു അവൻ പണി തുടങ്ങിയത്. ദൈവാലയം പണിയേണ്ടതിന് ശലോമോൻ ഇട്ട അടിസ്ഥാനത്തിന്റെ പരിമാണമോ മുമ്പിലത്തെ അളവിൻ പ്രകാരം അതിന്റെ നീളം 60 മുഴം, വീതി 20 മുഴം. മുൻഭാഗത്തുള്ള മണ്ഡപത്തിന് ആലയത്തിന്റെ വീതിക്ക് ഒത്തവണ്ണം 20 മുഴം നീളവും 120 മുഴം ഉയരവും ഉണ്ടായിരുന്നു. അതിന്റെ അകം അവൻ തങ്കം കൊണ്ട് പൊതിഞ്ഞു. വലിയ ആലയത്തിന് അവൻ സരളമരം കൊണ്ട് മച്ചിട്ടു. അതിനെ തങ്കം കൊണ്ട് പൊതിഞ്ഞ് അതിന്മേൽ ഈന്തപ്പനയും ലതയും കൊത്തിച്ചു. അവൻ ഭംഗിക്കായിട്ട് ആലയത്തെ രത്നം കൊണ്ട് അലങ്കരിച്ചു. പൊന്നോ പർവ്വയീം പൊന്ന് ആയിരുന്നു. അവൻ ആലയവും തുലാങ്ങളും കാലുകളും ചുവരുകളും കതകുകളും പൊന്നുകൊണ്ട് പൊതിഞ്ഞ് ചുവരിന്മേൽ കെരൂബുകളെയും കൊത്തിച്ചു. അവൻ അതിവിശുദ്ധ മന്ദിരവും ഉണ്ടാക്കി. അതിന്റെ നീളം ആലയത്തിന്റെ വീതിക്ക് ഒത്തവണ്ണം 20 മുഴവും വീതി 20 മുഴവും ആയിരുന്നു. അവൻ 600 താലന്ത് തങ്കം കൊണ്ട് അത് പൊതിഞ്ഞു. ആണികളുടെ തൂക്കം 50 ശേക്കെൽ പൊന്ന് ആയിരുന്നു. മാളിക മുറികളും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അതിവിശുദ്ധ മന്ദിരത്തിൽ അവൻ കൊത്തുപണിയായ 2 കെരൂബുകളെ ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു. കെരൂബുകളുടെ ചിറകുകളുടെ നീളം 20 മുഴം. ഒന്നിന്റെ ഒരു ചിറക് ആലയത്തിന്റെ ചുവരോട് തൊടുന്നതായി 5 മുഴവും മറ്റേ ചിറക് മറ്റേ കെരൂബിന്റെ ചിറകോട് തൊടുന്നതായി 5 മുഴവും ആയിരുന്നു. മറ്റേ കെരൂബിന്റെ ഒരു ചിറക് ആലയത്തിന്റെ ചുവരോട് തൊടുന്നതായി 5 മുഴവും മറ്റേ ചിറക് മറ്റേ കെരൂബിന്റെ ചിറകോട് തൊടുന്നതായി 5 മുഴവും ആയിരുന്നു. ഈ കെരൂബുകളുടെ ചിറകുകൾ 20 മുഴം നീളത്തിൽ വിടർന്നിരുന്നു. അവ കാൽ ഊന്നിയും മുഖം അകത്തോട്ട് തിരിഞ്ഞും നിന്നിരുന്നു. അവൻ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, ചണനൂൽ എന്നിവ കൊണ്ട് തിരശീല ഉണ്ടാക്കി അതിന്മേൽ കെരൂബുകളെയും നെയ്തുണ്ടാക്കി. അവൻ ആലയത്തിന്റെ മുമ്പിൽ 35 മുഴം ഉയരമുള്ള 2 സ്തംഭമുണ്ടാക്കി. അവയുടെ തലയ്ക്കലുള്ള പോതികയ്ക്ക് 5 മുഴം ഉയരമുണ്ടായിരുന്നു. അന്തർമന്ദിരത്തിൽ ഉള്ളതുപോലെ മാലകളെ അവൻ ഉണ്ടാക്കി സ്തംഭങ്ങളുടെ തലയ്ക്കൽ വെച്ചു. 100 മാതളപ്പഴം ഉണ്ടാക്കി മാലകളിൽ കോർത്തിട്ടു. അവൻ സ്തംഭങ്ങളെ മന്ദിരത്തിന് മുമ്പിൽ ഒന്ന് വലത്തും മറ്റേത് ഇടത്തും നിർത്തി. വലത്തേതിന് യാഖീൻ എന്നും ഇടത്തേതിന് ബോവസ് എന്നും പേർ വിളിച്ചു.